എൻ്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എൻ്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഫാദർ തറക്കണ്ടം, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് സ്വന്തം യേശുക്രിസ്തുട്ടാ. അങ്ങനെ കർത്താവിന്റെ സൗണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. തുടങ്ങി വെച്ച സ്റ്റെപ്പ് പൂർത്തിയാക്കട്ടെ, ഞാൻ വിടൂല. എനിക്ക് ഈ സ്റ്റെപ്പ് പഠിക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഈ സ്റ്റെപ്പ് പഠിച്ചാലേ മറ്റേ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, സ്റ്റെപ്പ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ. ശരിയാക്കി തരാം. എന്നാ പിന്നെ വേറെ സ്റ്റെപ്പ് കാണിച്ചു തരാം. ടൈറ്റാനിക് സ്റ്റെപ്പ്. കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ. ചിറകോ? ഇത് തന്നെ, ഇത് ചിറക്. തലോടിക്കോളൂ. പിടക്കേന്ന് തലോടൂ. വരൂ, സമയങ്ങളല്ലേ. തലോടൂ. ആ പിശാച് അച്ഛൻ എന്നെ പെട്ടെന്ന് തലോടൂ. അങ്ങനെ മാന്താനല്ല, തലോടാൻ. പൊന്തണില്ല. കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തുക? എന്നാലും നല്ല സുഖമുണ്ട്. അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത? അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി കൊച്ചാൻറ്റി. എന്താ അച്ചോ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായച്ചോ. എങ്ങനെ? അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഞാനിതെല്ലാം നിർത്തിയച്ചോ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ? അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ. എനിക്കില്ല അമ്മയും പെക്കന്മാരും. അച്ഛനെ വെറുതെ സംശയിച്ചു. പോട്ടെ കൊച്ചാൻറ്റി, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പോട്ടെ. എനിക്ക് സഹിക്കില്ല. എന്താ എന്റെ കർത്താവേ. എന്റെ അച്ഛൻ പിച്ച തരാ സാർ. അരേ പിച്ച താ സാറ്, പശിക്കുത് സാറ്. ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയായിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ. ചാച്ചി, ചാച്ചി, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചി. പോയിട്ട് പിന്നെ വാ. മതി സാറേ, നാങ്ക എപ്പോഴാ പറഞ്ഞ എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. മൈ നമ്പർ ഈസ് 98460. മതി 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 മതി. അവന്റെ അമ്മായിയും ഒരു മൊബൈലിൽ അപ്പോ സാർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. ഇതുപോലൊരു പിച്ചക്കാരനെ ഇന്നലെ എന്നോടൊന്ന് വിശക്കണം പറഞ്ഞ് 1 രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു 1 രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്. അപ്പൊ അവൻ പറയണേ 2 ദിവസമായിട്ട് ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിനിട്ട് നോക്കാനാണെന്ന്. പിച്ചക്കാര് വരെ ഡേറ്റിംഗ് തുടങ്ങി. ചിരി കണ്ട് എന്റെ ചക്കരേ. എന്നടാ ഇത്? പട്ടാപ്പകൽ കിസ് പണിരിക്കുന്ന അമേരിക്കയാ? ഹായ് ചേച്ചി. ഹായ്. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ, നീ രാവിലെ ഇവിടെ എത്തിയല്ലോ. രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്നമേരിയുടെ സീൻ മിസ്സായി പോകൂലടാ. ഞാൻ പല പ്രാവശ്യത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്. അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. മൂട് കളഞ്ഞേ. എടാ, കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങിന് അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ. എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റും ഓരോ ഞാരമ്പന്മാര്. അരുതാത്തതൊന്നും ചെയ്യരുത്. ഇത് ചിരട്ടയാണ്. ഞാൻ അത്രക്കാരനല്ല. നോ 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 നോ. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറയ്ക്കില്ല. ഓക്കെ 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 ഓക്കെ, ശരിയാക്കാം.
നോ രാവിലെ തന്നെ എന്ത് വിടലാണ് പറഞ്ഞത് ചിറ്റി മോളെ. ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാ ഫോൺ താഴെ വെക്കില്ല ചില കോന്തന്മാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശ മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? അതെ അതെ, കലാംകയുടെ വർഗമല്ലേ. എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ പരിപാടിയുടെ കണക്കും ബാലൻസ്. ഇതെന്തോന്നാ? കലാംകയുടെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്കും ഇതിൽ എഴുതി വെച്ചിരിക്കാ. അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ? നോ നോ നോ, കള്ളം പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. നീ എന്റെ ഡാർലിംഗ് അല്ലേ ചിറ്റി മോളെ? ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ടാ അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും. ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും. ഉയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛൻ എനിക്ക് കാണപ്പെട്ട ദൈവോ. അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡാ? അയ്യടാ, ഗോഡല്ല, ഗോസ്റ്റ്. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ തീരുമാനം എടുക്കാൻ ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയേ. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയെന്ന്. സൈലൻസ് സൈലൻസ്. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദേ ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറംകളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. ദേ സത്യം. ഹലോ ഹലോ, കലാമല്ലേ? അതെ. മിണ്ടരുത്. മുഹമ്മേലെന്ന് 2ാം കളി കളിച്ചത് ഫാദർ അറിഞ്ഞാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പെരുമ്പാവൂർ കളി കളിച്ചാലോ? കളിക്കാലോ, അതിനെന്താ? അച്ഛനറിയില്ലല്ലേ? എന്റെ രാജ, ലോഹയിട്ടൊരു സാധനത്തിനെ ഇവിടെ കുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ നീ വിഴുങ്ങുമല്ലോ. ഏയ് തമാശക്കല്ലേ? ദേ ലോഹിട്ടാ പന്നി വരുന്നുണ്ട്. നീ ഫോൺ വെക്കടാ. എടാ കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണോ? വേണ്ട. ഇനി നിന്നെ കാണിക്കണോ? വേണ്ടച്ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കുമെന്നറിയാം. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹിയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ഇനി പറയാനുള്ളത് പറഞ്ഞോ. അച്ചോ, എന്തേ? ഈ വരുന്ന ഓഗസ്റ്റ് 12 അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ? അതെ അച്ചോ, അച്ഛന്റെ 60th ആനിവേഴ്സറി അടിച്ച് പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആയിട്ട് ആഘോഷിക്കണം അച്ചോ, അല്ലേ? നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾക്കൊക്കെ കുടിച്ച് മലിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട. അത് വേണ്ട. 60 വയസ്സായ നാട്ടുകാർ പറഞ്ഞാലേ അച്ഛനെ നടക്കാതെ അത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. അച്ചോ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിയിട്ട് ഗോൾഡൻ ജൂബിലി ആയിട്ട് ആഘോഷിക്കാം. മോനെ നീങ്ങോട്ട് വന്നേ. എന്താ അച്ചോ? നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ? ഉറപ്പില്ല അച്ചോ. നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഉറപ്പായി. ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ മമ്മൂട്ടി അവന്റെ മനസ്സിൽ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. 10 പൈസ ഇവിടുന്ന് എടുക്കണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം. ഏയ്, ഞങ്ങൾ ദൂർത്തടിക്കാറില്ല അച്ചോ, ഞങ്ങൾ അടിക്കുന്ന കട്ടറമ്മ. പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട. അതെ, അവരൊന്നുമില്ലാതെ എന്താഘോഷം? വൈകിട്ടത്തെ പരിപാടി നീ എന്താ മോഹൻലാൽ കളിക്കുക? വേണ്ട. എല്ലാരും ഞാൻ വിളിച്ചിരുന്നച്ചോ. ദുബായിന്ന് ഉണ്ണിയും ജിമ്മിയും എത്താൻ ഏറ്റിട്ടുണ്ട്. ബാംഗ്ലൂരിന്ന് മനോജും വരും. പക്ഷെ സാബു ചേട്ടൻ അമേരിക്കന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ.
എന്തേ അവൻ ഒബാമ പിടിച്ചു വിഴുങ്ങിയോ? അപ്പൊ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. നമുക്ക് ആഘോഷങ്ങൾ അടിച്ചു വിളിക്കണ്ടേ? വാ ആലോചിക്കാം. അന്ന് നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം. അന്ന് വേറെ ഇന്നേ തുടങ്ങിയൊക്കെ അർമാദിക്കാടാ. അച്ചു ഷഷ്ടിപൂർത്തി ആഘോഷത്തിനെ നല്ല കുട്ടപ്പനായിട്ട് വേണം സ്റ്റേജിൽ കയറാൻ. 4 ആള് കാണാനുള്ളതാ. പിന്നെ തലമുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഒക്കെ ഒന്ന് നന്നാക്കണം. ഓക്കേ? അയ്യേ. I am telling truth, sir. Father Tarkanam is died. Hi, Rita. Now in hospital. Yeah. എല്ലാം കർത്താവിന്റെ ഓരോരോ പ്ലേ. എല്ലാം നിർത്തിക്കോ. ടീച്ചറെ വല്ലതും പറഞ്ഞാ ടീച്ചറെ? നമ്മുടെ അച്ഛൻ മരിച്ചുപോയി ടീച്ചറെ. ചുറ്റുപാട് ഫോണിൽ വിളിച്ച് പറഞ്ഞ ഞാൻ കേട്ടതാണ് ടീച്ചറെ. ഫോണി ആശുപത്രി കിടക്കാണ്. വാ എല്ലാവരും വാ, കുട്ടികളെല്ലാവരും വാ. അയ്യോ നമ്മുടെ അച്ഛൻ പോയല്ലോ. അയ്യോ കാല് കെട്ടില്ലേ ചത്തോടാ. അയ്യോ വരിവരിയായിട്ട് എവിടെ? ഇവിടെ ബോഡി പോയിട്ട് ശവം പോലുമില്ല ടീച്ചറെ. ടീച്ചറെ അച്ഛന്റെ ബോഡി ഇവിടെ കാണാനില്ല. ഹോസ്പിറ്റലിൽ മാറിപ്പോയോ? പോയി നോക്കണ കാല. പതുക്കെ വലിക്കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാനല്ലോ ഇപ്പൊ. ഈ അച്ഛൻ എവിടെ മരിച്ചിടക്കുന്നു? അച്ഛനെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ കാലം വരുന്നേ. അച്ചോ അച്ചോ എന്റെ പൊന്നച്ചോ. കരയല്ലേ ടീച്ചറെ? കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരഞ്ഞു. ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരുതിയ ടീച്ചറെ? ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അച്ഛനെ തിരിച്ചു കൊടുക്കുവായിരുന്നു. ശരിയാ, മോളിന്ന് വിളിച്ചാ എല്ലാരും പോകണ്ടേ? മോളിന്ന് വിളിച്ച എല്ലാരും മോളി മാത്രം പോയപ്പോഴേ കസേര ഇത് ഓടിപ്പോടേ. ഡോക്ടർമാരെ കസേര ഓഫ് ചെയ്യേ. അയ്യോ കാലം വന്ന എന്താ പേര്? എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? എനിക്ക് നല്ല സവാരിയല്ലേ? സ്റ്റേഷനെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇന്നാ ഇത് വെച്ചു. ഫോൺ നമ്പർ തന്നെ. എന്താ സംഭവിച്ചത്? ഒരു മധുവിധ യാത്ര. നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡി കാഷ്വാലിറ്റി കിടപ്പുണ്ട്. അച്ചോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോഴാ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിന് ഓടിപ്പോന്നതാണോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ചോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ചോ? അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്. പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പാരൻ ഞാനാ. കലാദർശനയുടെ അനന്തരാവാസി ഞാനാ. അവന്റെ ഒരു തർക്കം. എന്തായാലും അച്ഛൻ ഒരു ഷെയർ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ? എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത് ഞാൻ ചത്തു? ഞാനല്ല, ഈ ഷിറ്റിമോള് പറഞ്ഞാണോ? മൈ ഗോഡ്, ഞാനോ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. ഈ ഷിറ്റിമോള് ഫോൺ ചെയ്യണ ഞാൻ കേട്ടാണോ? ഫാദർ തർക്കണ ഹോസ്പിറ്റലിൽ എന്റെ സ്വന്തം ചെവിയോണ്ട് ഞാൻ കേട്ടാണോ? അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ? അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജിയായി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ടൻ കരുതിയത്.
ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അച്ചോ. അതേടി, നിന്നെപ്പോലുള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്. വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താൽ ആശ കൊടുക്കരുത് അച്ചോ. എന്താ മോനെ കലാമേ നീ പറഞ്ഞത്? അല്ല, കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് ഈ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം? ഇവിടെ വന്നേ. അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാ മതിട്ടാ. ഓ മതി, ഇപ്പൊ കണക്ക് ശരിയായി. എല്ലാരും ആരും മരിച്ചിട്ടില്ല. അച്ഛന്റെ നിലത്തിരിക്കാൻ യോഗമില്ല റീത്തേ. എനിവേ ഷിറ്റ് മോളെ. Shut up. ഈ സിറ്റി ഭയങ്കരമായിട്ട് മാറിപ്പോയി അല്ലേ? ഇതെന്ത് മാറ്റം? എന്റെ മാറ്റമല്ലേ ഭയങ്കര മാറ്റം. ഞാൻ പണ്ട് ഫോർട്ട് കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ജെട്ടിക്കടുത്തേക്ക് താമസം മാറ്റി. ബോട്ട് ജെട്ടി 25 കിലോമീറ്ററിലെ മാറി കിട്ടിയത്. നിന്റെ ചിലക്കലിന് ഒരു കുറവുമില്ല. വണ്ടി ഓടിക്കുമ്പോ ചിലക്കണമെന്ന് അച്ഛൻ പറഞ്ഞേക്കണത്, അല്ലെങ്കിൽ ഡ്രൈവർ ഇറങ്ങി പോവും. ഉണ്ണി ഒന്ന് നിർത്തിക്കേ. ഉണ്ണി, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ പണ്ട് കാദർബായുടെ ആൾക്കാർ നമ്മളെ ഓടിച്ചിട്ട് അടിച്ചത് ഇവിടെ വെച്ചല്ലേ? അതെ അതെ. അന്ന് അടി കിട്ടിയത് മുഴുവൻ സാബുവിനായിരുന്നു. അപ്പൊ നിനക്ക് കിട്ടിയതാ? ഞാൻ ബോഡി കൊണ്ട് ബ്ലോക്ക് ചെയ്തു. മതി മതി, എല്ലാവർക്കും തല്ല് കിട്ടി. സമാനമല്ലോ. സത്യം പറഞ്ഞ സാബും കൂടെ നമ്മുടെ കൂടെ വേണ്ട. വീണ്ടും തല്ലുള്ള അവനിപ്പോ പഴയ ആളൊന്നും അല്ല, ഡീസന്റാ. നിന്നെ പോലെ അല്ല. വൈഫാ? ആരുടെ? സ്വന്തം വൈഫാ. ഹായ് നാൻസി, എന്തുണ്ട് വിശേഷം? അല്ല, ജിമ്മി വരുന്നില്ലേ? അതോ നാട്ടിൽ തന്നെ കൂടാനാണോ പ്ലാൻ? ദേ, മറ്റന്നാൾ ലീവ് തീരാ. അതെ, ഒരു 2 ദിവസം കൊണ്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. നീ ആ രാജേഷിനെ വിളിച്ച് പറഞ്ഞേക്ക്. ആ പിന്നെ മോളെവിടെ? അവൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഡാഡിയെ കാണാത്തിന്റെ പിണക്കത്തില്ല. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ. ഇത് ഏത് ഫോണാണ്? കൊള്ളാല്ല. ഇത് വോഡാഫോണാ. എന്റെ കേടാ ഫോണാണ്. കേടാ ഫോൺ കിടന്ന് കരയുണ്ട്. ചില മാക്കറി വിളിക്കുന്ന പോലെ. ഹലോ, എന്താടോ? ഞാൻ പറഞ്ഞു വിട്ട്. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, വേഷം കെട്ടെടുക്കാണ്ട് പരിപാടിയെങ്കിലും തന്നെ മുട്ടയാലൊടുക്കും ഞാൻ. വന്നി ആരായിരുന്നു? വാപ്പേന്ന്. വീട്ടിലിങ്ങനെ വേലക്കാരനെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടമില്ല. ആഹാ, സുഖമില്ലാത്ത ഉമ്മാനെ നോക്കാൻ വന്ന വേലക്കാരിയെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടു. എന്തിന്? വേലക്കാരി അല്ലാതെ എന്റെ ബാപ്പനെ പറഞ്ഞു എനിക്ക് പറ്റുമോ? മനസ്സിലായില്ല. ഇങ്ങനെ പോവേണമെങ്കിൽ വേലക്കാരുടെ കൊച്ചിനെ ഞാൻ അനിയ എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇതോടെ യോഗം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൊച്ചിൻ കലാദർശനയിലെ സീനിയർ ജൂനിയർ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന മാജിക്കൽ മിമിക്സ് കോമഡി നൈറ്റ് ആരംഭിക്കുകയാണ്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കഥ പറയാമെന്നൊന്നുമല്ല. കാർത്തികൻ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുജനങ്ങളെ, 7ാം പ്രാവശ്യം തുടർച്ചയായി ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീവ നന്ദിയുണ്ട്. ഈ പ്രസിഡന്റിനെ ടെസ്റ്റ് ചെയ്യാൻ മാത്രം നീ വന്നോ? സമ്മതിച്ചു, ഞാൻ അല്പം അടിച്ചിട്ടുണ്ട്. അത് ശരി. എടാ, വാദ്യക്കാര് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. എവിടെ കാതികൻ? ഇപ്പൊ എത്തുന്നു പറയാൻ തുടങ്ങിട്ട് നേരിട്ട്. കുറച്ച് പൗഡർ വേണം. എടാ, തബലക്ക് എന്തിനാടാ പൗഡറും ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ? വേണ്ട, കുറച്ച് ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കാം. കാതികൻ എവിടെടാ? നമസ്കാരം, ഞാൻ ഓച്ചിറ ഓമന കാതികൻ വെട്ടിക്കുഴി വാസുവിന്റെ ഭാര്യ. വാസുവേട്ടൻ കള്ളുഷാപ്പില, അല്ല ആശുപത്രിയില. തല കറങ്ങി വീണു. 2 ദിവസം റെസ്റ്റ്. കഥ അവതരിപ്പിക്കുന്ന പേടിക്കണ്ട, ഞാൻ കഥ പറയാം. കഥ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുമെന്ന് നീ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ട് മതി കഥാപ്രസംഗം. അതൊക്കെ ആവശ്യമുണ്ട്. നീ കഥ പറയടി. കലാസ്നേഹികളെ, അമ്മമാരെ, അച്ഛന്മാരെ, യുവാക്കളെങ്കിലും നീ ഒന്ന് വിട്ടുപിടിക്കണേ. എന്റെ കഥയുടെ പേര് വാസവദത്ത. നിനക്ക് പറ്റിയ പേര്. നോക്കി പേടിപ്പിക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. എന്റെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാണ്. മാമലകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അവിടെ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടാവേ. നീയല്ല ഉരുപ്പടി. ആറാട്ടം നടത്തും, എന്റെ അപ്പുറം ഉള്ളത് നടത്തും. കഥ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുന്ന ആദ്യം ഇവിടെ എനിക്ക് എഴുതി ഒപ്പിട്ടത്.
എന്താ ചേട്ടാ ഇത് കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ ഒപ്പിട്ട് തരണം അതെ. എന്താ കാര്യം അറിയണോ നിനക്ക്? ആ. ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. അതെന്താ? 7 വർഷം മുമ്പ് ഇതേ വേദിയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വന്ന വെട്ടിക്കുഴി വാസുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ എന്റെ ഭാര്യയാണ് ഇത്. അടുത്തതായി കുമാരി വൃന്ദ സംഘം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. ഓ സ്റ്റേജൊക്കെ പൊളിച്ചിടും. നന്നായിട്ട് ചെയ്യണം. ടച്ച് വിട്ടതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി ഏറ്റു ഇല്ലേ? എന്നാലും 1-2 സ്ഥലത്ത് നീ ഡയലോഗ് തപ്പി. എങ്ങനെ തപ്പാതിരിക്കും? ദേ ഇവന്റെ മുഖത്ത് നോക്കി ആകെ ഷോക്ക് അടിച്ചതുപോലെ. അവന്റെ ഒരു ലുക്കും ചിരി നോട്ടവും. പിന്നെ ദുബായിക്ക് പോകുമ്പോ ഇവനെ കൂടെ കൊണ്ടുപോയിക്കോ. വല്ല കാട്ടറവേളിന്റെ മുന്നിൽ പെടാൻ നോക്കണം. അയ്യോ തൊലഞ്ഞു പോവും. അയ്യോ കാസിംഭായി വെടിവെച്ച്, കാസിംഭായി എന്നെ വെടിവെച്ച്. നീ സ്വപ്നം കണ്ടതാ. ആരും വെടിവെച്ചാലാ ടയറിന്റെ വെടി തീർന്നതാ. ആരും വെടിവെച്ചില്ലേ? പെട്ടെന്ന് ടയർ മാറ്റിയിടാൻ നോക്കും. ഇനി പഞ്ചർ ഒട്ടിക്കുന്ന കാശ് ഞാൻ ഏത് കണക്ഷൻ അതൊക്കെ എഴുതാം? പിന്നെ ആലോചിക്കാം. ഒരു ചായ കുടിച്ചാലോ? ആ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് ഇവ കണി കണ്ടത്? നിന്റെ വാപ്പയായിരിക്കും. ചെറുത്താൻ കാശും പായുടെ ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു. ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ. ഇതിപ്പോ നടന്ന് നമ്മൾ കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല. വെളുപ്പാങ്കാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര. സാറേ ദേ അത് കണ്ടോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ സാറേ ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. മാറിക്ക. ഏതാടാ നീയൊക്കെ? ഇവളേതാ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയ. അതെ, എങ്ങനെ ഉറക്കം വരുവാടാ? അപ്പൊ അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്? കേരള വണ്ടിയിലെ സാർ ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. കേരള വണ്ടിയില്, കേരളീ വണ്ടിയില്. ഇനി ഉള്ള സത്യം പറയാമല്ലോ. ഞങ്ങൾ ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ടു നിർത്തി അതാണാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ SI മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ. കലാദർശന. കലാദർശന. എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു. അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു. എന്താ സാർ? വേണ്ട. ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പി തെറിപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്. മുമ്പൊരിക്കലേ CA സാർ ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണം. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കൊന്ന് പരിശോധിക്കണം. ശരി സാർ. സാറേ അത് വേണോ? ഇത് വേണോടാ? വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? 1-2 ആലോചന വന്നതാ. പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ടെന്ന് വെച്ചു. നല്ല മാച്ചായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും സാറേ തങ്കമ്മ സാറിന് കുറവാണ്. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ അക്ഷരം മിണ്ടിപ്പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ? പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളൂ. തങ്കു പറ മോളെ.
നിനക്ക് എന്ത് പറ്റി? അവൾ നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ? ആണോ മോളെ? എന്താണ് മനുഷ്യനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഇത് കണ്ടോ? എന്ത്? ഈ പത്രം കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ. ഈ ഓട്ടം ഞാൻ കോമൺവെൽത്തിൽ ഓടിയിരുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയതേ. ജിമ്മി, 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 മനോജ്. ശല്യമായല്ലോ. എന്താണ് ഇത്? നിന്നെ കുറക്കില്ലെന്ന് വെച്ചാ ഞാൻ വെളുപ്പിന് വന്ന് കിടന്ന് ഉറങ്ങിയതാ. ഇനി ആരും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോണില്ല. ദാ ഇത് കണ്ടോ? ഏത്? ഓ, ഇതാണോ കാര്യം? അവൻ ചാകട്ടടാ, ഇവനൊക്കെ ചാകേണ്ടവനാ. അതൊന്നും അല്ല വിഷയം. കാസിം ബായുടെ കൊലപാതകത്തിൽ കലാദർശനക്കാരൻ സംശയം ഉണ്ടെന്ന്. താടിക്ക് തീ പിടിക്കുമ്പോഴാ ഇവിടെ മറ്റുള്ളവന്റെ മനസ്സ് പോകുകയാ. പണ്ടേ അവനെയൊക്കെ തട്ടേണ്ടതായിരുന്നു, വൈകിപ്പോയി. മതി മതി, തീർന്നു. ഇവിടെ പഠിക്കലും വേണ്ട, പഠിപ്പിക്കലും വേണ്ട, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ. നാളത്തെ പ്രോഗ്രാമിൽ 5 ജോഡി ചെലങ്ക ചെലങ്ക, ഒടുക്കത്തൊരു ചെലങ്ക. എന്തിനാണ് ചെലങ്ക? നീ മൊബൈലിൽ കൂടെ ആൾക്കാരോട് കൊഞ്ചി കുഴയല്ലേ? തബലക്ക് ചോറ്, എന്റെ ചോറ് പോയിട്ടാ നിക്കണേ, പിന്നെയാണ് തബലക്ക് ചോറ്. ആ, നീ ഇങ്ങോട്ട് വരെ, നിന്നെ ഞാൻ കളഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനും? ആ, എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? എന്തത് ഇടിവെട്ടുണ്ടാ? എവിടുന്ന് ഈ ശബ്ദം കേക്കണേ? ആ, അത് ശരി. ഓഹോ, ആ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാട്ടാ. ഇനി നീ വരില്ല എന്റെ അടുത്ത്. ഇതെവിടേക്ക് ഈ പോണു? അത് ശരി. അപ്പൊ തവല ഡക്കനെ കല്യാണം കഴിച്ച അന്നപ്പ അത് നിന്നെ ഞാനേ ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല. എല്ലാവരും ഇറങ്ങിക്കോട്ടോ. ഇത് എവിടെങ്കിലും കൊണ്ട് ഞാൻ കുളിച്ചു. സമാധാനായി. അച്ചോ, എന്താ നിന്റെ പേര്? ഞാൻ അച്ഛന്റെ ഷിറ്റിയല്ലേ. ഇത് നമ്മുടെ ഓഫീസ് ദർശന. എന്തു പറ്റിയച്ചോ? ഞാൻ ചത്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ. മതിയല്ലോ. നിങ്ങൾ കാസിംബായും തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി ചാവും. അതാ നല്ലത്. അച്ഛന്റെ മുഖത്തിനെ നേരത്തെ തന്നെ ക്യാമറ വീശില്ല. വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ചോ? കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ? കൊച്ചുവെളുപ്പാങ്കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവ്വടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ടു രസിക്കാനാ? ഏയ് അതല്ലച്ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? 9/16 വെളുപ്പിന് 6:30 മണിക്കാണ് എന്റെ ജനനം. ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി. ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ.